ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവർക്കെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കുറച്ച് നാൾ മുമ്പായിട്ട് ഞാനൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഒരു വീഡിയോയിലൂടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയുണ്ടായി. അനേകർ ആ വീഡിയോ കണ്ട് റെസ്പോണ്ട് ചെയ്തു, എന്നെ വിളിച്ചു, പ്രാർത്ഥിക്കാമെന്ന് അവർ ഏറ്റു. വിഷയം മറ്റൊന്നുമല്ല, ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും വളരെ പ്രയോജനപ്പെടുന്ന അനേക ദേവദാസന്മാർ കഴിഞ്ഞ കാലയളവിൽ പെട്ടെന്നുള്ള അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. അതിൽ പല അപകടങ്ങളും മറ്റുള്ളവരുടെ വീഴ്ച മൂലം ഉണ്ടായതാണ്, സ്വയം വരുത്തി വെച്ചതല്ല. അപ്പോൾ ആ ഒരു വിഷയം പ്രാർത്ഥിക്കുവാനും ഇനിയും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുവാൻ അതിനായിട്ടുള്ള ഒരു പ്രതിരോധ പ്രാർത്ഥനയായിട്ടാണ് ഞാൻ ആ വിഷയം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. അനേക ദേവദാസന്മാർ, ദൈവമക്കൾ ആ ഒരു വിഷയത്തിൽ പലവിധമായ സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഇന്ന് കർത്താവ് കൃപ ചെയ്തതിനാൽ ആ സംശയങ്ങൾക്കൊക്കെ ഒരു വിശദീകരണം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരം ദൈവത്തിനാണ്. കർത്താവിൻ്റെ അറിവില്ലാതെ ഒരു വ്യക്തിയും മരിക്കുന്നില്ല എന്നതാണ് നാം വിശ്വസിക്കുന്നത്, അതാണ് നാം പഠിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏത് വിധമൊക്കെയുള്ള മരണമാണ് നമ്മൾ ദൈവമക്കളിൽ കണ്ടുവരുന്നത് എന്നുള്ള ഒരു വിഷയം ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നോട് സംശയങ്ങൾ ചോദിച്ച അനേകരുടെ സംശയങ്ങളൊക്കെയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യം രക്തസാക്ഷിത്വമാണ്. അത് ദൈവം അറിഞ്ഞു ചെയ്യുന്നതല്ലേ? അതിനെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ സാധിക്കുമോ? ഈ ചോദ്യം ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു സംശയം, അതേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവേഷ്ടം, വിൽ ഓഫ് ഗാഡ് എന്നുള്ള വിഷയം നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പഠനത്തിനായിട്ട് ഏകദേശം 3 തരത്തിലുള്ള ദൈവേഷ്ടങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, സാധാരണയായ ദൈവേഷ്ടം, ദ കോമൺ വിൽ ഓഫ് ഗാഡ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരുന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംവാദിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇത് സാധാരണ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം അനുവദിച്ചിരിക്കുന്നതിനാലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സാധാരണമായ ദൈവേഷ്ടം എന്ന് പറയുന്നത്. എന്നാൽ അസാധാരണ ദൈവേഷ്ടമുണ്ട്. പലപ്പോഴും നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതേക്കുറിച്ച് നാം ദൈവേഷ്ടം ആരായുമ്പോൾ ആ ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദ പെർമിറ്റഡ് വിൽ ഓഫ് ഗോഡ് എന്ന, ദൈവം അനുവദിക്കുന്ന, അല്ലെ ദൈവത്തിൻ്റെ അറിവോടെ സമ്മതത്തോടെ ദൈവം അനുവദിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് രോഗം എന്നുള്ള മരണം. മൂന്നാമത് ഒരു വിഭാഗമുള്ളത് ദി അൺക്വസ്റ്റ്യനബിൾ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവത്തിൻ്റെ സർവാധികാരം. അത് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുവാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ സർവാധികാരം, ദ സോവറിൻ വിൽ ഓഫ് ഗാഡ്. അപ്പോൾ നമ്മൾ പലപ്പോഴും എത്ര ആലോചിച്ചിട്ടും മറുപടി ലഭിക്കാത്ത, ഒരു ഉത്തരം ലഭിക്കാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നാം അപകട മരണങ്ങളെയൊക്കെ അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുവാൻ ആവാത്ത ദൈവത്തിൻ്റെ സർവാധികാരപ്രകാരമുള്ളതായ തീരുമാനങ്ങൾ എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ അറിവും മനുഷ്യരായ നമുക്ക് ചോദ്യം ചെയ്യുവാനുള്ള യാതൊരു അവകാശവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നത്, മെനയുന്നവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തിനാണ് ഇങ്ങനെ മെനഞ്ഞിരിക്കുന്നത്? അപ്പോൾ സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടിക്ക് ചോദ്യം ചെയ്യുവാൻ അധികാരമില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സൃഷ്ടാവായ ദൈവത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എല്ലാം നല്ലതിന് തന്നെ ചെയ്യുന്നു. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 7 പ്രാവശ്യമാണ് 1-ാം അധ്യായത്തിൽ തന്നെ എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം
നല്ലതിനാണ്, നന്മയ്ക്കാണ് സൃഷ്ടിച്ചത്. നമുക്കിനി മുൻപോട്ട് പോകാം. മരണത്തെക്കുറിച്ച്, വിവിധങ്ങളായ മരണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അനേകർ ചോദിച്ച ഒരു ചോദ്യമാണ് രക്തസാക്ഷികളുടെ മരണം. അതേക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യകുലത്തിന് ആകമാനം ഒരു ആയുസ് വെച്ചു. ആ ആയുസ്സാണ് 120 സംവത്സരങ്ങൾ, 120 വർഷങ്ങൾ, 120 വയസ്സ്. ഈ നിമിഷം വരെയും ദൈവം നൽകിയിരിക്കുന്നതായ ആ ആയുസ്സിന് ഒരു മാറ്റവും ദൈവം വരുത്തിയിട്ടില്ല. ചിലർ സങ്കീർത്തനം 90 പോയിട്ട് പറയും 70, 80 എന്നൊക്കെ. അതൊക്കെ ആ സങ്കീർത്തനക്കാരൻ കണ്ടുപിടിച്ച, എന്ന് വെച്ചാൽ മനുഷ്യന്റെ വീഴ്ച കാരണം, മനുഷ്യന്റെ തിന്മ കാരണം ദൈവകോപം മനുഷ്യന്റെ മേൽ ഉണ്ടായിട്ട് മനുഷ്യൻ പൊലിഞ്ഞു പോകുന്നതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പാടിയ ഒരു പാട്ടാണത്. അല്ലാതെ അവിടെ ദൈവം മനുഷ്യന്റെ ആയുസ് 70, 80 ആയിട്ട് ചുരുക്കിയിട്ടില്ല. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. മനുഷ്യന്റെ ആയുസ് ഇന്നും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് 120 വർഷങ്ങളാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ടതാണ് ആയുസ്സിനെ നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ ഇന്നേ വരെ ജനിച്ച് ജീവിച്ച് മരിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനിയും ജനിക്കുവാനുള്ളവരുമായ എല്ലാവരുടെയും ആയുസ്, ഓരോരുത്തരുടെയും ആയുസ് നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 120 വർഷങ്ങളായി ആയുസ് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് കാണാൻ സാധിക്കും അനേകർ 120 വയസ്സിനപ്പുറത്ത് ജീവിച്ച് മരിച്ചതായിട്ട്, ആയുസ് തീർന്ന് മരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും, യൗവനക്കാർ മരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ മനുഷ്യന്റെയും ആയുസ് നിശ്ചയിക്കുന്നത് സർവശക്തനും സർവാധികാരിയുമായ ദൈവമാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യുവാനുള്ള ആവശ്യമില്ല, അവകാശമില്ല. ഇത് അറിഞ്ഞുകൊണ്ട് നമുക്ക് മാർട്ടയർഡം അഥവാ രക്തസാക്ഷിത്വം എന്ന ആ വിഷയത്തിലേക്ക് വരാം. ഒന്നാമത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഓരോ മനുഷ്യന്റെയും ആയുസ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവല്ലോ. രക്തസാക്ഷിത്വത്തിൽ നടക്കുന്നത് ആയുസ് തീരുന്നതിന് മുൻപുള്ള മരണമാണ്. ഇനിയും അത് ദൈവം പദ്ധതിയിട്ടതാണോ? അത് ദൈവം പദ്ധതിയിട്ടത് അല്ല. പക്ഷേ അത് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മരണമാണ്. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന മരണമാണ്. അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. എന്താണ് രക്തസാക്ഷിത്വ മരണം? വളരെ വ്യക്തമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക വിപരീത സാഹചര്യത്തിൽ താൻ അനുഭവിച്ച ആ രക്ഷയുടെ അനുഭവത്തെ തള്ളിക്കളയുവാനും തന്നെ രക്ഷിച്ച യേശുക്രിസ്തുവിനെ തള്ളിക്കളയുവാനും തന്നെ നീതീകരിച്ച ശുദ്ധീകരിച്ച രക്തത്തെ മലിനമായി എണ്ണുവാനും ഒരു ദൈവ പൈതലിന്റെ മേൽ ശത്രുതാ മനോഭാവത്തോടെ കൊല ചെയ്യുവാനായിട്ട് ഒരുവൻ മുതിരുമ്പോൾ അവന്റെ മുമ്പിൽ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച്, യേശുക്രിസ്തുവിന്റെ രക്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവിനെ തള്ളിക്കളയുകയില്ല, എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും എന്ന് ഉറച്ച തീരുമാനമെടുത്ത് കൊലപാതകന്റെ മുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മരണമാണ് രക്തസാക്ഷിത്വ മരണം. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം അറിയാം. ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം കല്ലെടുത്ത് എറിയാൻ നിൽക്കുകയാണ്. സ്തേഫാനോസിനറിയാം തന്നെ ഇപ്പോൾ ഇവർ കല്ലെറിഞ്ഞു കൊല്ലും. എന്നിട്ടും അവിടെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ പ്രസംഗിക്കുകയാണ് സ്തേഫാനോസ്. നമുക്കറിയാം, സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതാ, സ്വർഗം തുറന്നിരിക്കുന്നതും യേശു സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും താൻ കണ്ടു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുകയാണ്. അതാണ് രക്തസാക്ഷിത്വ മരണം. ഒരു പക്ഷേ സ്തേഫാനോസിന് മറ്റുള്ളവരെ പോലെ
60, 70, 100 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ആയുസ് ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്തേഫാനോസ് തൻ്റെ മുമ്പാകെ യേശുവിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് ആ മരണം സ്വയമേ വരിക്കുകയാണ്. ഇതാണ് രക്തസാക്ഷിത്വ മരണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ഇതാണ് രക്തസാക്ഷിത്വ മരണം. അത് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മരണമാണ്. നമ്മുടെ വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമല്ല രക്തസാക്ഷിത്വ മരണം. വളരെ വ്യക്തമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു ചോദ്യം വന്നത്, രോഗിയായി കിടന്ന് മരിക്കുന്നത് ദൈവേഷ്ടമല്ലേ, അത് ദൈവം അനുവദിച്ചതല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം എലീശ പ്രവാചകന്റെ മരണമാണ്. എലീശ പ്രവാചകൻ മരിക്കത്തക്ക രോഗം പിടിച്ച് കിടന്ന് ആണ് മരിച്ചത്. അത് ദൈവം അനുവദിച്ചത് തന്നെയാണ്. ദൈവത്തിന്റെ സമ്മതപ്രകാരം ആ ദൈവദാസന്റെ ആയുസ് തീരുവാനായിട്ട് ദൈവം തീരുമാനിച്ചത് ആ ദേവദാസൻ രോഗിയായി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രോഗികളായി മരിക്കുന്നത് പലപ്പോഴും ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അത്രമാത്രം ആയുസ്സേ ആ ഒരു വ്യക്തിക്ക് അല്ലെ ഒരു ബാലന് അല്ലെ ഒരു കുഞ്ഞിന് നൽകിയിട്ടുള്ളൂ. ആ ആയുസ് തീർന്നപ്പോൾ തൻ്റെ വേല തികച്ച് ആ വ്യക്തി ആ രോഗത്തിന് കീഴടങ്ങി, മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ആ ഒരു മരണവും നമ്മുടെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടത് അല്ല. ഇനിയുമാണ് വിഷയത്തിലേക്കുള്ളതായ വിഷയം വരുന്നത്, അപകട മരണങ്ങൾ. ഇനിയും ആയുസിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഏലിയ പ്രവാചകൻ ഒരു വിധവയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വിധവയും തൻ്റെ മകനും ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായിട്ടിരിക്കുക. അവിടേക്കാണ് ഏലിയ പ്രവാചകൻ ചെല്ലുന്നത്. ഏലിയ പ്രവാചകൻ ചെന്നില്ല എങ്കിൽ അന്ന് അവിടെ 2 മരണം നടക്കുകയാണ്. അപ്പോൾ അത് ദൈവം നിശ്ചയിച്ച മരണമല്ല, ദൈവം അവർക്ക് ആയുസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ ഏലിയ പ്രവാചകനെ അയച്ച് അത്ഭുതം പ്രവർത്തിച്ച് വീണ്ടും അവരുടെ ആയുസ് തീരുവോളം അവർക്ക് ജീവിക്കുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്. ഞാൻ ഈ ആയുസ് തീരുന്നതിന് മുൻപേ മരിക്കുന്നവരെ കുറിച്ചാണ്. രണ്ടാമത് ആത്മഹത്യ. ദൈവം ഒരിക്കലും പദ്ധതിയിടുന്ന ഒരു മരണമല്ല ആത്മഹത്യാ മരണം. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു മരണമാണ് ആത്മഹത്യാ മരണം. കാരണം ദൈവം നൽകിയിരിക്കുന്ന ആയുസ് തീരുന്നതിന് മുൻപേ സ്വയം മരിക്കുന്ന ഒരു മരണമാണ് ആത്മഹത്യ. അതാണ് യൂദായുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഒരുപക്ഷെ യൂദ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ, യേശു കർത്താവിൻ്റെ അടുത്ത് മടങ്ങി വന്ന് തൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്രോസും യോഹന്നാനും ഒക്കെ ജീവിച്ചിരുന്നത് പോലെ യൂദായും ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല സാക്ഷിയായി, നല്ല അപ്പോസ്തലനായി ഭാഗ്യമരണം ലഭിക്കുമായിരുന്നു. അപ്പോൾ അത് ദൈവം അനുവദിക്കുന്ന മരണമല്ല. അടുത്തത് ഏലീശ പ്രവാചകന്റെ കാലത്തൊരു ബാലൻ മരിച്ചത് നാം കാണുന്നുണ്ട്. എന്നാൽ ഏലീശ പ്രവാചകൻ വന്ന് ആ ബാലനെ വീണ്ടും ജീവിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം അത് ദൈവം അനുവദിച്ച മരണമല്ല. ആയുസ് എത്തുന്നതിന് മുമ്പേ ആ ബാലൻ മരിക്കുവാൻ ഇടയായി. എന്നാൽ ലാസറിന്റെ കാര്യത്തിൽ നമുക്കത് വ്യത്യസ്തമായാണ് ചിന്തിക്കേണ്ടത്. കാരണം ലാസർ രോഗിയായി കിടന്ന് തന്നെ മരിച്ചു. യേശു കർത്താവ് അറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലാതെ ഇരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ലാസറിന് കൊടുത്ത ആയുസ് എത്തിയിട്ടാണ് മരിച്ചത്. പക്ഷേ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട്, താൻ ദൈവമെന്നും ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തുവാനായിട്ട്, മരണത്തിനുമേൽ തനിക്ക് അധികാരമുണ്ട് എന്നും തനിക്ക് മനുഷ്യന് ആയുസ് നീട്ടിക്കൊടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നും വ്യക്തമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ യേശു കർത്താവ് ലാസറിന്റെ കല്ലറക്കൽ വന്ന് ലാസറിനെ വീണ്ടും ഉയർപ്പിക്കുകയാണ്. വീണ്ടും ജീവിക്കുവാൻ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. ഹിസ്കിയാവിൻ്റെ കാര്യം നമുക്കറിയാം. അവിടെ ആയുസ് 15 വർഷം ദൈവം നീട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അപകട മരണം എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ എടുക്കുമ്പോൾ നമുക്കവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവം ഈ ദേവദാസന് നൽകിയിരിക്കുന്ന ആയുസ് തീർന്നിട്ടാണോ ആ അപകട മരണം സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഉത്തരം ലഭിക്കാത്ത, നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രാർത്ഥനയിൽ വയ്ക്കുക മാത്രമാണ് ഞങ്ങൾ മിനിസ്ട്രിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആരെയും ചോദ്യം ചെയ്യുകയോ ഇതൊരു ചോദ്യമായി ഉയർത്തുകയോ ചെയ്യുകയല്ല. കാരണം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവരാജ്യത്തിനും ഏറ്റവും
പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ ദേവദാസന്മാരാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം മാത്രമെടുത്താൽ, കേരളം മാത്രമെടുത്താൽ, ലോകം മുഴുവൻ എടുക്കണ്ട, കേരളം മാത്രമെടുത്താൽ പെട്ടെന്നുള്ള അപകടത്തിൽ മരണപ്പെട്ടത്. അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ ചെന്ന് അപകടത്തിൽപ്പെട്ടതല്ല, അപകടം അവർക്ക് നേരെ വന്നതാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ റാന്നിയിലെ ബഹുമാന്യ കർത്തൃദാസന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഇത് പലർക്കും അറിയില്ല. ഞാനൊരു ദേവദാസനുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അതേ സ്ഥാനത്ത്, ആ ദേവദാസൻ മരണപ്പെട്ട അതേ സ്ഥാനത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം അതേ സ്ഥാനത്ത് അതുപോലെ തന്നെ വേറൊരു ബസ് അദ്ദേഹത്തെ ഇടിക്കുവാൻ, കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു നല്ല സ്പീഡിൽ, ബസ് അദ്ദേഹത്തെ ഇടിക്കുവാൻ വന്നു. അവിടെ അദ്ദേഹം കാറ് വെട്ടിച്ച് ഗേർഡറിൽ കാറിടിച്ച് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും അത് രക്ഷപ്പെട്ടു. പക്ഷേ കാർ തകർന്നു, സാമ്പത്തിക നഷ്ടമുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച ഞാൻ ഈ വിഷയങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ 3-4 ആഴ്ചകളിലും ധാരാളം അപകടങ്ങൾ ദേവദാസന്മാർക്കുണ്ടായി. ഇന്നലെ അടിമാലിയിൽ ഒരു അപകടം ഉണ്ടായി. ദേവദാസൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു, മരിച്ചില്ല. അപ്പോൾ അതും വേറൊരു വാഹനം വന്ന് ഇടിച്ചതാ. ഈ ദേവദാസൻ അങ്ങോട്ട് ചെന്ന അപകടത്തിൽപ്പെട്ടതല്ല. അപ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളുക, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, ഈ ഒരു വിഷയം ഒരു ചോദ്യമായിട്ടല്ല, ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ദേവദാസന്മാർ അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോകാതെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് വരെയും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓടി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവർ സഭയ്ക്കും ദൈവമക്കൾക്കും ദൈവത്തിനും വളരെ പ്രയോജനമുള്ളവരായി ജീവിച്ച് അവരുടെ ആയുസ് തീർന്ന് അവരുടെ ഓട്ടം തികച്ച് അവർ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേക്കുറിച്ച് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ വിശദീകരണമോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുകയാണ്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.